നമസ്കാരം. കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് കേസിൽ അന്വേഷണ സംഘം സ്വീകരിക്കുന്ന കർശന നിലപാടുകൾ ആഭ്യന്തര വകുപ്പിനെയും അതോടൊപ്പം തന്നെ പോലീസ് ആസ്ഥാനത്തെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം SIT തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് തിരിച്ചയച്ച കേസിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള നീക്കങ്ങൾ പോലീസ് തലപ്പത്ത് നടന്നിരുന്നുവെങ്കിലും കൂടുതൽ വ്യക്തതയും ശക്തവുമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കപ്പെട്ടതോടെ അന്വേഷണം പുതിയൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തികളുടെ വീഴ്ചകൾ തമസ്കരിക്കപ്പെടില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാടുകളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഭൂതകാല സംഭവങ്ങളുടെയും ഉന്നത ബന്ധങ്ങളുടെയും തണലിൽ രക്ഷപ്പെടാമെന്ന കരുതലിന് തിരിച്ചടിയേകുന്ന രീതിയിലാണ് വിട്ടുവീഴ്ചയില്ലാത്ത ഈ നടപടികൾ പുരോഗമിക്കുന്നത്. ആലപ്പുഴയിലെ വിവാദപരമായിട്ടുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് DGP ആവശ്യപ്പെട്ടത് കേസിൽ അയവ് വരുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണെന്ന് വിലയിരുത്തലുകളൊക്കെ തന്നെ ഇപ്പോൾ ശക്തമായിരുന്നു. ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ പേര് നേരിട്ട് പരാമർശത്തിലെ നിയമപരമായിട്ടുള്ള സാങ്കേതികത്വങ്ങളും തീയതികളിലെ കൃത്യതയും ചൂണ്ടിക്കാട്ടി 5 നിർണായക ചോദ്യങ്ങളാണ് പോലീസ് മേധാവി മുന്നോട്ട് വെച്ചത്. ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നതിലൂടെ കുറ്റാരോപിതനായ ADGPക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാനാകുമെന്നാണ് ഉയർന്ന തലങ്ങളിലൊക്കെ തന്നെ കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ സാങ്കേതിക ചോദ്യങ്ങളെ ഭയക്കാതെ ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടികളും ഡിജിറ്റൽ രേഖാമൂലമുള്ള പുതിയ തെളിവുകളും ശേഖരിച്ച് റിപ്പോർട്ട് പുനഃസമർപ്പിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തത്. പോലീസ് ഓഫീസിലെ ദൈനംദിന രേഖകളും ഔദ്യോഗിക രേഖകളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച അന്വേഷണ സംഘം വിവാദപരമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുമ്പോൾ ബന്ധപ്പെട്ട ADGP ഓഫീസിൽ സന്നിഹിതനായിരുന്നുവെന്ന് സംശയത്തിനിടയില്ലാത്ത വിധം തെളിയിച്ചിട്ടുണ്ട്. പഴയ റിപ്പോർട്ടുകൾ തിരുത്തിയതിലും അന്വേഷണഗതി മാറ്റാനായിട്ട് ശ്രമിച്ചതിലും കേസിൽ നേരിട്ട് ബന്ധമില്ലെന്ന് വരുത്തി തീർക്കാനായിട്ട് നീക്കങ്ങൾ നടന്നെങ്കിലും SITയുടെ പുനരന്വേഷണത്തിൽ അത്തരം വാദങ്ങളെല്ലാം പൊളിയുകയായിരുന്നു. സുരക്ഷാ ജീവനക്കാരിലേക്ക് മാത്രം കുറ്റം ചുമത്തി കേസ് അവസാനിപ്പിക്കാമെന്ന തുടക്കത്തിലെ ധാരണകളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ കേസിലെ പ്രധാന ഉത്തരവാദിയാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. ഇത് വകുപ്പിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അസ്വാസ്ഥ്യങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നേരത്തെ കൈമാറിയ രേഖകൾ പരിശോധിക്കാൻ പോലീസ് ആസ്ഥാനം ആഴ്ചകളോളം സമയം എടുത്തിരുന്നുവെന്നതും തുടർന്ന് ചില നിർദ്ദേശങ്ങളുടെ റിപ്പോർട്ട് മടക്കിയതും കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കമാണെന്ന സംശയം ഉയർത്തിയിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും മുമ്പത്തേക്കാൾ ശക്തമായ സാക്ഷിമൊഴികളും രേഖകളും സഹിതം വീണ്ടും റിപ്പോർട്ട് നൽകുകയും ചെയ്തതോടെ പോലീസ് ആസ്ഥാനം പ്രതിരോധത്തിലായി. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദീകരണം തേടാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നതായും വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ട് എന്ന് സർക്കാരിലേക്ക് കൈമാറുമെന്നതിനെ ചൊല്ലി പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അന്വേഷണ ചുമതല പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുമ്പോൾ കേസ് സാധാരണ രീതിയിൽ അവസാനിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും രാഷ്ട്രീയമോ ഭരണപരമോ ആയിട്ടുള്ള യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാത്ത ഒരു അന്വേഷണ രീതിയാണ് SIT ഇവിടെ പിന്തുടരുന്നത്. മുൻകാലങ്ങളിൽ സമാനമായ സംഭവങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നുമൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഈ ഒരു സമീപനം അത് പോലീസ് സേനയിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും ഒരു മുന്നറിയിപ്പായിട്ട് മാറിയിട്ടുണ്ട്. നിയമത്തിന് മുന്നിൽ ഉയർന്ന പദവികളോ മുൻകാല സ്വാധീനങ്ങളോ സംരക്ഷണം നൽകില്ലെന്ന സന്ദേശമാണ് ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും തെളിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ സജീവ പരിഗണനയിലേക്ക് പോകുന്നതോടെ ഭരണതലത്തിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഏറെ നിർണായകമായി മാറും. കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമോ അതോ കേസ് കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുന്നതാണ്. ഏതായാലും എല്ലാത്തരം വീഴ്ചകൾക്കും വ്യക്തമായ തെളിവുകൾ സഹിതം പൂട്ടിട്ട അന്വേഷണ സംഘത്തിൻ്റെ നടപടി ആഭ്യന്തര വകുപ്പിലെ ഭാവി നടപടികളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.